കുറേ കാലമായിട്ടുള്ള ആഗ്രഹം അങ്ങനെ ഒരു CME നടത്തണം ഇവിടെ എന്നുള്ളത്. അഷ്റഫ് സാറിനെ അറിയാം. അഷ്റഫ് സാറിൻ്റെ പുറകിൽ ഞാൻ കൂടിയിട്ട് ഏകദേശം ഒരു വർഷമായിട്ടുണ്ട് ഈ ഒരു CME ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം ബോറടിപ്പിക്കാതെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യും. നവീൻ സാർ പറഞ്ഞ പോലെ പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ്റെ ആവശ്യമൊക്കെ സാർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മില്യൺസ് ഓഫ് ചിൽഡ്രൻ വേൾഡ് വൈഡ് ആർ ലിവിങ് വിത്ത് സം ഫോം ഓഫ് ഡിസേബിലിറ്റീസ് ഓർ അതർ ക്രോണിക് ഹെൽത്ത് കണ്ടീഷൻസ് ദാറ്റ് ഇമ്പാക്ട് ദെയർ ലൈഫ് സിഗ്നിഫിക്കൻ്റ്ലി. So pediatric rehab is a key to these children to attain their full potential and participate fully in society. And over the past few years, pediatric rehabilitation has undergone significant transformation driven by advances in technology, neuroscience, and clinical research. So as you all know, gait training is an important part of rehabilitation for kids with neurologic or other orthopedic conditions. Benefits of gait training and slightly mentioned ചെയ്തിട്ടുണ്ട്. Improves mobility, independence, boost self-esteem and confidence. നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂട്ടുന്ന അത് കൊടുക്കുന്ന സെൽഫ് കോൺഫിഡൻസ് ഒരുപാടുണ്ട്. ഇറ്റ് ഇംപ്രൂവ്സ് ദ സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് ഇറ്റ് റെഡ്യൂസസ് റിസ്ക് ഓഫ് സെക്കൻഡറി കോംപ്ലിക്കേഷൻസ് ലൈക്ക് ഓസ്റ്റിയോപോറോസിസ്. സോ ഗേറ്റ് ട്രെയിനിങ് നമുക്ക് ഒരുപാട് മെത്തേഡ്സ് ഉപയോഗിക്കാൻ പറ്റും. ദർ ആർ ട്രഡീഷണൽ മെത്തേഡ്സ്, അതായത് നമ്മൾ അമ്മ കൈ പിടിച്ച് നടക്കുന്നതൊക്കെ ട്രഡീഷണൽ മെത്തേഡ് ഓഫ് ഗേറ്റ് ട്രെയിനിങ് ആണ്. അതല്ലെങ്കിൽ വി ഹാവ് അസിസ്റ്റീവ് ഡിവൈസ് ബേസ്ഡ് മെത്തേഡ്സ്, റൊളേറ്റർ, വോക്കേഴ്സ്, അതൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികളെ നടത്തിക്കാൻ ശ്രമിക്കുന്നതാണ് അസിസ്റ്റീവ് ഡിവൈസ് ബേസ്ഡ് മെത്തേഡ്സ്. സോ what are the challenges in this pediatric gait training is that കുട്ടികൾക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് തന്നെ അവർ ഈ ഒരു റിപ്പിറ്റേറ്റീവ് ട്രെയിനിങ്ങിനൊന്നും നമ്മളോട് കോപ്പറേറ്റ് ചെയ്തോളണമെന്നില്ല. സോ കോഗ്നിറ്റീവ് ഡിഫറൻസസ് വിൽ ബി ദെയർ. സം ചിൽഡ്രൻ മേ ഹാവ് ഡിഫിക്കൽട്ടി അണ്ടർസ്റ്റാൻഡിങ് ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ്, മേക്കിംഗ് തെറപ്പി മോർ ചാലഞ്ചിങ്. ആൻഡ് ദർ ഇസ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. ചിൽഡ്രൻ മേ ലാക്ക് മോട്ടിവേഷൻ ടു എൻഗേജ് ഇൻ റിപ്പിറ്റേറ്റീവ് തെറപ്പി എക്സസൈസസ് ഹിൻഡറിങ് പ്രോഗ്രസ്. സോ ഇനി റോബോട്ടിനെ കുറിച്ച് പറയുന്നതിന് മുന്നായിട്ട് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ഏതൊരു ഇഞ്ചുറിയിലും നമ്മൾ റിക്കവറി ഉണ്ടാക്കുന്നത് ഈസ് ത്രൂ ദ മെക്കാനിസം ഓഫ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി റെഫേഴ്സ് ടു ദ എബിലിറ്റി ഓഫ് ബ്രെയിൻ ടു ചേഞ്ച് ആൻഡ് അഡാപ്റ്റ് ത്രൂ ഔട്ട് ലൈഫ് ആൻഡ് brain changes in response to external exercises or external stimulations. പുറത്തുനിന്നുള്ള എക്സ്പീരിയൻസസും പുറത്തുനിന്നുള്ള എക്സസൈസസും ബ്രെയിനിനെ മാറ്റിയെടുക്കാൻ പറ്റും. സോ ഈ ബ്രെയിനിൻ്റെ പൊട്ടൻഷ്യലിനെയാണ് നമ്മൾ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഇസ് ദ ബേസിസ് ഓഫ് ഓൾ റീഹാബിലിറ്റേഷൻ ഇൻക്ലൂഡിങ് അഡൾട്ട് റീഹാബിലിറ്റേഷൻ. So this includes forming new connections, strengthening existing ones, reorganizing itself in response to experiences. There are mainly two types of neuroplasticity. Structural neuroplasticity and functional neuroplasticity. Structural neuroplasticity means new connections may form. ഒരു ഫംഗ്ഷൻ ആ ഏരിയക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പുതിയ കണക്ഷൻസ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ ടേക്ക് ഓവർ ചെയ്യാം. അതല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഫംഗ്ഷൻ വേറൊരു സെനാപ്സ് ഏറ്റെടുത്ത് ചെയ്തേക്കാം. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഉണ്ട്. ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഈസ് നോട്ട് ഓൾവേസ് ഗുഡ്. ഈ മാൽ ഫങ്ഷനിങ് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയാണ് ഫാൻറ്റം ലിംബ് പെയിനൊക്കെ കാരണം കേട്ടോ. സോ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി ആക്റ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം? സ്പെസിഫിക് ഹൈ ഇൻറ്റൻസിറ്റി റിപ്പിറ്റേറ്റീവ് ട്രെയിനിങ് വേണം. ഇതിങ്ങനെ തന്നെ പറയുന്നുണ്ട് സ്റ്റഡീസ്. സ്പെസിഫിക് ഹൈ ഇൻറ്റൻസിറ്റി ടാസ്ക് ഓറിയൻറ്റഡ് റിപ്പിറ്റേറ്റീവ് ട്രെയിനിങ് ഇസ് നീഡഡ്. സോ ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും? ഒരു തെറപ്പിസ്റ്റിന് ഇത് കൊടുക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വെർ ടെക്നോളജി കംസ് ടു അവർ ഹെൽപ്പ്. That is where robotics helps us. We have a lot of rehab robotics available now. This is റോബോട്ടിക്സിനെ കുറിച്ച് ഓൾറെഡി നവീൻ ഡോക്ടർ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളെ റോബോട്ടിക്സിനെ കുറിച്ച് മാത്രമാണ്. ദിസ് ഇസ് ആർ റോബോട്ടിക് ജി ഗേറ്റർ പീഡിയാട്രിക്സ്. Robotic gait trainer is a medical device that uses robotic technology to assist patients to walk and improve their gait patterns. These are the key features of our gait trainer. Exoskeleton orthosis. Exoskeleton robotics എന്ന് പറഞ്ഞാൽ മെയിൻലി രണ്ട് ടൈപ്പ് റോബോട്ടിക്സ് ഉണ്ടാവുക. എക്സോസ്കെലിട്ടൺ റോബോട്ടിക്സും എൻഡ് ഇഫക്റ്റർ ടൈപ്പും. എക്സോസ്കെലിട്ടൺ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് അത് വെയർ ചെയ്യാം. യൂഷ്വലി ഒരു എൻഡിലിപ്പം ഹാൻഡൊക്കെ ഗ്രിപ്പ് ചെയ്യുന്ന റോബോട്ടിക്സ് ഒക്കെ എൻഡ് ഇഫക്റ്ററാണ്. അതായത് എൻഡ് എക്സ്ട്രിമിറ്റീൻ്റെ എൻഡിലൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഗ്രിപ്പൊക്കെ ചെയ്യാം. ദേ ആർ കോൾഡ് ആസ് എൻഡ് ഇഫക്റ്റർ റോബോട്ട്സ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് എക്സോസ്കെലിട്ടൺ റോബോട്ടാണ്. അതായത് നമുക്കിത് വെയർ ചെയ്യാം. മൾട്ടിപ്പിൾ ജോയിൻറ്റ്സ് ഒരേ ടൈമിൽ മൂവ് ചെയ്യിക്കാൻ പറ്റും. ഹിപ്പ്, നീ അങ്ങനെ മൂവ് ചെയ്യിക്കാൻ പറ്റും. ദാറ്റ് ഈസ് the main feature. This is an exoskeleton orthosis. There is a dynamic body weight support system. ബോഡി വെയ്റ്റ് ഓട്ടോമാറ്റിക്കലി സപ്പോർട്ടഡ് ആയിരിക്കും. ഇൻ്റലിജൻറ്റ് സ്പാസം ഡിറ്റക്ഷൻ ഉണ്ട്. കുട്ടിക്ക്
ട്രെയിനിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും സ്പാസം കൂടി അതല്ലെങ്കിൽ ROM ഫർദർ വെരി ഡിഫിക്കൽട്ടായി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഡിഫിക്കൽട്ടായിരിക്കും. സോ ഇൻ്റലിജൻസ് സ്പാസം ഡിറ്റക്ടറും എമർജൻസി സ്റ്റോപ്പിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. ദർ ഇസ് കണ്ടിന്യൂസ് പേഷ്യൻ്റ് മോണിറ്ററിങ് ആൻഡ് എമർജൻസി സ്റ്റോപ്പ്. പിന്നെ നവീൻ സാർ പറഞ്ഞ പോലെ VR ബൂസ്റ്റിംഗ് ഉണ്ട്. ഫ്രണ്ടിലൊരു TV-യിൽ അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കാർട്ടൂൺ കാണാനോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം കളിക്കാനോ ഉള്ള സൗകര്യമുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സെൻറ്റർ വിസിറ്റ് ചെയ്തിട്ടേ പോകാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ റോബോട്ടിക്സും ഇപ്പം ഞാൻ പറയുന്നത് ഫുൾ ഒരു സെൻറ്ററിൻ്റെ വെർച്വൽ ടൂറാണ്. എല്ലാ റീസെൻറ്റ് അഡ്വാൻസസും ഞാൻ പറയുന്നത് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള റീസെൻറ്റ് അഡ്വാൻസസ് ആണ്. ആൻഡ് ദർ ഇസ് എ പേഷ്യൻ്റ് ഇംപ്രൂവ്മെൻറ്റ് ട്രാക്കിംഗ് സിസ്റ്റം ഓൾസോ. സോ ദ ബെനിഫിറ്റ്സ് ഇൻക്ലൂഡ് പ്രിസിഷൻ. റോബോട്ടിക്സിൻ്റെ വേറൊരു സാധനമാണ് പ്രിസിഷൻ. ദാറ്റ് ഇസ് വൈ റോബോട്ട്സ് ആർ യൂസ്ഡ് ഇൻ സർജറി. പ്രിസിഷനും മാസ് പ്രാക്ടീസുമാണ് റോബോട്ട്സിൻ്റെ മെയിൻ രണ്ട് കാര്യമായിട്ട് നമ്മൾ പറയാം. മാസ് എക്സസൈസ് കൊടുക്കാൻ പറ്റും, പ്രിസൈസ് ആയിട്ടും കൊടുക്കാൻ പറ്റും. ഇംപ്രൂവ്ഡ് ഗേറ്റ് പാറ്റേൺസ്, ഇൻക്രീസ്ഡ് മൊബിലിറ്റി, എൻഹാൻസ്ഡ് സ്ട്രെങ്ത് ആൻഡ് എൻഡ്യൂറൻസ്, personalized treatment is possible. Conditions treated, all of you know, cerebral palsy, muscular dystrophy, meningomyelocele, traumatic brain injury, and the height range of our robot is 90 to 150 centimeter. 90-ൻ്റെയും 150 സെൻറ്റിമീറ്ററിൻ്റെയും ഹൈറ്റ് ഇടയിലുള്ളവരെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. വെയിറ്റ് അപ് ടു 50 kilograms പോസിബിളാണ്. ഇതിൻ്റെ അബവ് ആയിട്ട് ഹൈറ്റ് വരുന്നവർക്ക് നമുക്ക് അഡൾട്ട് ഗേറ്റ് ട്രെയിനേഴ്സ് യൂസ് ചെയ്യാൻ പറ്റും. So outcomes and effectiveness. Studies have shown improvements in walking speed, distance and endurance in children with various neurologic conditions. Research suggests that robotic gait training can reduce spasticity, improve balance and increase functional independence. While promising, more research is needed to determine the long-term effectiveness. ഒരുപാട് സെൻറ്റേഴ്സിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നവീൻ സാർ പറഞ്ഞ പോലെ റിസർച്ച് ഇനി തണലിന്ന് വരണം. The IAP in the 2022 guidelines for cerebral palsy management ആണ്, where they have mentioned robotic assisted gait training as a treatment modality for cerebral palsy. Coming on to the next recent advance. This is hydrotherapy. Hydrotherapy is a method of treating diseases by using water at different temperatures and in different ways. Actually, hydrotherapy is not a recent advance. Romans first century മുതൽ വെള്ളത്തിൻ്റെ therapeutic property ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് സ്റ്റഡീസ് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹിപ്പോക്രാറ്റസ് has mentioned the therapeutic benefits of water. ബട്ട് ഇപ്പോൾ കാണുന്ന രീതിയിൽ പൂൾ ബേസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ഹൈഡ്രോതെറപ്പി ഫെസിലിറ്റീസ് ഒക്കെ ഇപ്പോഴാണ് നമുക്ക് വന്നിട്ടുള്ളത്. ദിസ് ഹോവർ ഹെഡ് പൂൾസ് ആണ് നമ്മൾ തെറപ്യൂട്ടിക് പൂൾസ് ആയിട്ട് ഉപയോഗിക്കുക. അതായത് കുട്ടികൾക്ക് പിറ്റ് ഉണ്ടാവില്ല, നേരെ പോയിട്ട് വീഴല്ല ചെയ്യുക, നമ്മൾ സ്റ്റെപ്പ് എടുത്ത് കയറിയിട്ട് വേണം പൂളിലേക്ക് എൻ്റർ ചെയ്യാൻ. ദേ ആർ ഓൾസോ നോൺ ആസ് ജാക്കൂസീസ്. നോ എക്സ്കവേഷൻ ഇസ് റിക്വയർഡ് ആൻഡ് ചിൽഡ്രൻ കനോട്ട് എൻ്റർ ഡയറക്ട്ലി ഇൻ ടു ദിസ് പൂൾ. Therapeutic pools, usually they are kept at a warmer temperature than regular swimming pools. അതായത് ഹീറ്റിന് കുറേ തെറപ്യൂട്ടിക് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ കുറച്ച് വാം ആയിരിക്കും. ആൻഡ് ദ ടെമ്പറേച്ചർ ദാറ്റ് ഇസ് മെൻഷൻഡ് ഇസ് 32 degrees Celsius to 36 degrees Celsius. Heat help to relax muscles, reduce pain, increase blood flow, make it easier to perform exercises and movements. ഹൈഡ്രോതെറപ്പി എങ്ങനെ എഫക്റ്റീവ് ആവുന്നത് എന്നുള്ളത് ഈ ഒരു വിശക്കുന്ന സമയത്ത് മനസ്സിലാവുമോ എന്നറിയില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം. ഹൈഡ്രോതെറപ്പിയിൽ വെള്ളത്തിന് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. അതിലൊരു പ്രോപ്പർട്ടിയാണ് ബോയൻസി. ബോയൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ അപ്വേർഡ് ഫോഴ്സ് ദാറ്റ് എ ഫ്ലൂയിഡ് എക്സേർട്സ് വെൻ എൻ ഒബ്ജക്റ്റ് ഈസ് സബ്മേർജ്ഡ്. ഡൗൺവേർഡ് ഫോഴ്സ് എന്താ ഉള്ളത്? നമുക്ക് ഗ്രാവിറ്റി. അപ്പോൾ ഗ്രാവിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഫോഴ്സാണ് ബോയിൻ ഫോഴ്സ്. അതുകൊണ്ട് എന്ത് ബെനിഫിറ്റ് ഉണ്ടാവും? ജോയിൻറ്റ് പ്രൊട്ടക്റ്റീവ് ബെനിഫിറ്റ് ഉണ്ടാവും. ജോയിൻറ്റിലേക്ക് വെയിറ്റ് ബെയറിങ് വരില്ല. അപ്പോൾ വെയിറ്റ് ബെയർ ചെയ്യാതെ ഒരു ഒബീസ് പേഴ്സണിനെ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യിക്കണമെങ്കിൽ നീ ഓയിലൊക്കെ ഇതൊരു പ്രൂവൻ മൊഡാലിറ്റിയാണ് ഹൈഡ്രോതെറപ്പി. കുട്ടികളുടെ കേസിൽ നമ്മളിത് ഉപയോഗിക്കുന്നത് മസിൽ സ്ട്രെങ്തനിങ്ങിനൊക്കെ വേണ്ടിയിട്ട്, സെറിബ്രൽ പാൽസി പോലെയുള്ള കുട്ടികളിൽ. വാട്ടർ പ്രൊവൈഡ്സ് ആൻ അഡീഷണൽ സപ്പോർട്ട്. കാരണം ഈ ഒരു ബോയിൻസി അപ്വേർഡ് ഫോഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ വേസ്റ്റ് വരെ വെള്ളം ഉണ്ടെങ്കിൽ കുട്ടി ഒരു 50% ഇഫേർട്ട് ഇടേണ്ട ആവശ്യമുള്ളൂ. ടിൽ ചെസ്റ്റ് ഇഫ് ദർ ഈസ് വാട്ടർ ദ ചൈൽഡ് നീഡ് ടു give only 33% effort. With water till neck the child needs to give only 10% effort. This is hydrostatic pressure. Hydrostatic pressure is a horizontal force that is acting on a body which is immersed in water. അതുകൊണ്ട് ഹൊറിസോണ്ടൽ ഫോഴ്സ് ആയതുകൊണ്ട് വീനസ് റിട്ടേൺ കൂടും, കാർഡിയാക് ഔട്ട്പുട്ട് കൂടും, ആൻഡ് ദെർബൈ ഇറ്റ് ഹെൽപ്സ് ഇൻ റിലീവിംഗ് ഓഫ് എഡീമ. That is hydrostatic pressure. When it comes to children, hydrotherapy is very beneficial in sensory integration, especially in autistic kids and all. Tactile input ഉണ്ട്. വെള്ളം നമ്മുടെ ബോഡീനെ ഫുൾ ടച്ച് ചെയ്യല്ലേ, അപ്പോൾ ടാക്ടൈൽ അവയർനെസ് ആൻഡ് ഇൻറ്റഗ്രേഷൻ അത് ഹെൽപ്ഫുൾ ആണ്. പ്രൊപ്രിയോസെപ്റ്റീവ്
ഇൻപുട്ട് കിട്ടും. കാരണം ഒരു പ്രഷർ ഒരു സെൻസേഷൻ ഉണ്ട് നമ്മൾ വെള്ളത്തിൽ ഇമേഴ്സ്ഡ് ആണെങ്കിൽ. സോ പ്രൊപ്രിയോസെപ്റ്റീവ് ഇൻപുട്ട് ഇസ് ദെയർ ആൻഡ് വാട്ടർ മൂവ്മെൻറ്റ്സ് ലൈക്ക് ഫ്ലോട്ടിംഗ് ആൻഡ് സ്പിന്നിങ് പ്രൊവൈഡ്സ് വെസ്റ്റിബുലാർ ഇൻപുട്ട് ഇംപ്രൂവിംഗ് ബാലൻസ് ആൻഡ് കോർഡിനേഷൻ. So these three sensory integration can be done with the kid in water. ഹൈഡ്രോതെറാപ്പി യൂസേഴ്സ് ആക്ച്വലി ഹൈഡ്രോതെറാപ്പി കുട്ടികളിൽ എന്ത് കണ്ടീഷനിലും യൂസ് ചെയ്യാമെന്നാണ് സ്റ്റഡീസ് പറയുന്നത്. ഈവൻ ഫോർ സ്പീച്ച് ഡിലേക്ക് ഉപയോഗിക്കാമെന്നാണ് പറയുന്നത്. കാരണം വാട്ടർ ഈസ് എൻ എക്സലൻറ്റ് മീഡിയം ഫോർ കിഡ്സ്. കിഡ്സ് ലവ് ടു ബി ഇൻ വാട്ടർ. വെള്ളത്തിൽ വെച്ച് നമ്മൾ അവരോട് എന്ത് പറഞ്ഞാലും അവരത് ശ്രദ്ധിക്കും. സോ അതുകൊണ്ട് ഈവൻ സ്പീച്ച് തെറാപ്പി ഈ ട്രഡീഷണൽ തെറാപ്പി ക്യാബിൻ സെറ്റപ്പ് ഒന്ന് മാറ്റിയിട്ട് വെള്ളത്തിൽ കൊടുക്കണം എന്നൊക്കെയാണ് റീസെൻറ്റ് സ്റ്റഡീസൊക്കെ പറയുന്നത്. സോ that is the use of hydrotherapy and it increase ജീവിതത്തിൽ ഒരിക്കൽ പോലും നിൽക്കാത്ത കുട്ടിക്ക് ചിലപ്പോൾ വെള്ളത്തിൽ നിൽക്കാൻ പറ്റും. സോ ഇറ്റ് ഇൻക്രീസ് ദ കോൺഫിഡൻസ് ഓഫ് ദ ചൈൽഡ് ആൻഡ് കോസ് ബ്രെയിൻ റീവയറിംഗ്. ഓവറോൾ ഇറ്റ് ഇസ് എ ഫാന്റാസ്റ്റിക് മെക്കാനിസം ഫോർ ചിൽഡ്രൻ ടു ഫെസിലിറ്റേറ്റ് സ്കിൽസ്. ദിസ് ഈസ് എ ഇമ്മേഴ്സീവ് തെറപ്പി റൂം. ഇമേഴ്സീവ് തെറപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വാളിൽ നമുക്കൊരു റിയൽ ലൈഫ് സിനാരിയോ സിമുലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോറസ്റ്റ് ആണെങ്കിൽ കുട്ടികൾക്ക് ഫോറസ്റ്റ് കാണിക്കാൻ പറ്റും, ബീച്ച് ആണെങ്കിൽ ബീച്ച് കാണിക്കാൻ പറ്റും. ഇതൊന്നും പുറത്ത് കൊണ്ടുപോയിട്ട് എക്സ്പോസ് ചെയ്യാൻ പറ്റാത്ത ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇമേഴ്സീവ് റൂം ഇസ് helpful. It provides a whole new dimension to physio, occupational therapy, speech therapy and special education. Opportunities for innovation in all aspects of training is possible. In CP children, it improves ROM, balance, coordination. Most of all, it is interactive, motivating and fun, and the scope is endless. Therapist-നെ ഇത് എങ്ങനെ വേണമെങ്കിലും ഉപയോഗപ്പെടുത്താം. നേരത്തെ നവീൻ ഡോക്ടർ പറയുണ്ടായി നമുക്കൊരു വെർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോം ഉണ്ട്. അതാണ് സമത്വേദ് വെർച്വൽ റിയാലിറ്റി. ഇത് ലോവർ ലിംബിൻ്റെ ഒരു വെർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമാണ്. ഒരു ബാലൻസിങ് ബോർഡ്, ഈ കാണിച്ചിരിക്കുന്ന ഫോട്ടോ ഒരു ബാലൻസിങ് ബോർഡാണ്. അപ്പോൾ കുട്ടി ഇരുന്നിട്ട് ഈ ബാലൻസിങ് ബോർഡ് ഉപയോഗിച്ച് കാലുപയോഗിച്ചിട്ട് ഇത് ബോർഡ് ബാലൻസ് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ അവർ കാണുന്നത് അതൊരു ഗെയിമായിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. ഫുട്ബോൾ ഗെയിമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി എനിത്തിങ് വെൻ ഇൻട്രൊഡ്യൂസ്ഡ് ആസ് പ്ലേ ചിൽഡ്രൻ വിൽ ഡു ഇറ്റ്, അതർവൈസ് ദേ വിൽ നോട്ട് ഡു ഇറ്റ്. ഇത് എക്സസൈസാന്ന് പറഞ്ഞാൽ അവർ ചെയ്യൂല. എനിത്തിങ് ഇൻട്രൊഡ്യൂസ്ഡ് ആസ് പ്ലേ ദേ വിൽ ഡു. അതാണ് ഈ സമത്വേദ് വെർച്വൽ റിയാലിറ്റി പ്ലാറ്റ്ഫോമൊക്കെ നമ്മളെ ഇവിടെ ഹെൽപ്പ് ചെയ്യുന്നത് അതിനാണ്. And recent advances ആയതുകൊണ്ട് for the fullness sake this is alternative and augmentative communication empowering children. നിങ്ങൾക്കറിയാം സാറ് നേരത്തെ പറയണ്ടായി അഷ്റഫ് സാറ് സൈൻ ലാംഗ്വേജ് ഒക്കെ പോയി. ഇപ്പോൾ അതിൻ്റെ കാലമല്ല. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ദേ വിൽ ബി ഗിവൺ ദ ചാൻസ് ടു യൂസ് ഓൾട്ടർനേറ്റീവ് ആൻഡ് ഓഗ്മെൻറ്റേറ്റീവ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ്. ലോ ടെക് മെത്തേഡ്സ് മുതൽ ഹൈടെക് മെത്തേഡ്സ് വരെ ഇപ്പോൾ അവൈലബിൾ ആണ്. ലോ ടെക് എന്ന് പറഞ്ഞാൽ സാധാരണ പിക്ചർ ബുക്ക് ഉപയോഗിച്ചിട്ട് കുട്ടീനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യിപ്പിക്കുന്നത് ഇസ് ലോ ടെക്. ഹൈടെക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിവൈസസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ആൻഡ് ഇത് നമ്മൾക്ക് ഏറ്റവും കോമൺലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്ത്യയിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ് ആവാസ്. ആവാസ് ഏത് ഫോണിലും ടാബിലും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. പേരൻസിനെ നമ്മളിത് പഠിപ്പിക്കുക ചെയ്യുന്നത്. ഇവിടുന്ന് പേരൻസിന് നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുത്തു കൊടുക്കും. അവർ ലൈഫ് ലോങ് സബ്സ്ക്രിപ്ഷൻ, ഇപ്പോൾ നമ്മൾ തണലൊക്കെ ഒരു ഓർഗനൈസേഷൻ പോവുകയാണെങ്കിൽ അവർ നല്ല കോസ്റ്റ് കുറച്ച് തരും. അപ്പോൾ ഇത് കുട്ടിക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ പറ്റണം. പോളിസി മേക്കിങ്ങിൽ ഇതിൽ വ്യത്യാസം വരണം. കുട്ടിക്ക് സ്കൂളിൽ ഡിവൈസ് കൊണ്ടുപോകാൻ പറ്റണം. കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതുകൊണ്ട് കുട്ടിക്ക് കാര്യമില്ലല്ലോ. ദിസ് ഈസ് എ thing that is used for communication and communication has to be made possible in all settings. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിനോട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻക്ലൂഷൻ പറയുമ്പോൾ അതിൻ്റെ മുന്നേ ഇങ്ങനത്തെ കാര്യങ്ങളും കൂടി നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ ഇൻക്ലൂഷൻ വിൽ ബി പോസിബിൾ. ദിസ് ഈസ് ആർ ഇൻ്റഗ്രേറ്റഡ് തെറപ്പി യൂണിറ്റ്. മ്യൂസിക് തെറപ്പി അതേപോലെ തന്നെ ഒരു എവിഡൻസ് ഉള്ള ട്രീറ്റ്മെൻറ്റ് ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ആസ് യു ഓൾ നോ എല്ലാ റീഹാബിലിറ്റേഷൻ്റെ ഒരു ബേസാണ് ADL ട്രെയിനിങ്. അത് റീസെൻറ്റ് അഡ്വാൻസ് അല്ലെങ്കിലും ഞാൻ വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ്. ADL ട്രെയിനിങ് റൂം എല്ലാ റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സിലും ഉണ്ടായിരിക്കണം. വിച്ച് ഷുഡ് ബി ആക്സസിബിൾ. അതവർക്ക് ബാരിയർ ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റണം. Preparatory classroom. Preparatory classroom, childhood is all about making connections, building friendships and learning through play. അപ്പോൾ ഈ കുട്ടികൾ സ്കൂൾ ഏതൊരു പീഡിയാട്രിക് റീഹാബിലിറ്റേഷൻ്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുട്ടികൾ നോർമൽ സ്കൂളിൽ മറ്റേ കുട്ടികളെ കൂടെ ഇരുന്ന് പഠിക്കണം എന്നല്ല, ഇരിക്കണം എന്നുള്ളതാണ്. അവരുടെ ഡെയിലി കാര്യങ്ങൾ ചെയ്ത് അവരുടെ സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 to 6 ഇയേഴ്സിലുള്ള കുട്ടികളെ ഒന്ന് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് പ്രിപ്പറേറ്ററി ക്ലാസ് റൂം. ഒരു അംഗൻവാടി സെറ്റപ്പാണ്, പക്ഷെ ഒരു തെറപ്പി ഫോക്കസ്ഡ് ഗ്രൂപ്പ് ആയിരിക്കും. കാരണം ഏർലി ഇൻ്റർവെൻഷൻ്റെ ക്രിട്ടിക്കൽ ഏജ് ഗ്രൂപ്പാണല്ലോ. അപ്പോൾ നമുക്ക് അവരെ മിസ്സാവാനും പാടില്ല, പക്ഷെ അവർ പിന്നെ 6 ഇയേഴ്സിൽ സ്കൂളിൽ പോയി ഇരിക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ടാണ് പ്രിപ്പറേറ്ററി ക്ലാസ് റൂം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അത് ഒരുപാട് സക്സസ്സുമാണ്. അവിടെ നിന്ന് ഒരുപാട് കുട്ടികൾ നോർമൽ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുമുണ്ട്.
നമ്മളുടെ ഒരു ജസ്റ്റ് ഓപ്പറേഷണൽ പാത്വേ. താങ്ക് യു ഫോർ യുവർ പേഷ്യൻറ്റ് ലിസ്ണിങ്.